അയ്യോ നമ്മള് പുലിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അല്ലേ? അയ്യോ അത് പറയണായിരുന്നു. കാരണം ഭയങ്കര ഗോവയിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പുലി വന്നത് തന്നെയായിരുന്നു. അതെ, അപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആയിരിക്കുകയാണ്. എല്ലായിടത്തെയും പോലെ പാർക്കിങ്ങിന് 100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. കയറുമ്പോൾ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ എൻട്രൻസ് വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റിന് ക്യൂ ഒന്നും നിൽക്കണ്ട. ഡിജിറ്റൽ സെറ്റപ്പ് തന്നെയാണ്. സെൽഫായിട്ട് പോയി ടിക്കറ്റൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ നടക്കാമെന്ന് വെച്ചിട്ട് പോകുന്നത്. കാരണം ഫസ്റ്റ് ടൈം അല്ല. അപ്പോൾ എന്താ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. 3.5 കിലോമീറ്റർ എന്തേ ഉള്ളൂ. നമുക്ക് ഫുള്ളായി നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, നോക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് ചാർജ് വരുന്നത് 100 രൂപയെ വരുന്നുള്ളൂ. പിന്നെ ബസ് നടക്കാൻ വയ്യാത്തവർക്ക് ബസ്സും ഉണ്ട്, അതിനും 50 രൂപയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. അപ്പൊ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു കൊടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടന്ന് കാണാം. ഫസ്റ്റ് ക്രൊക്കഡൈലാണ്. ഇതാണ് വഴി തോന്നുന്നു. വഴി ഫസ്റ്റ് തെറ്റിയിരിക്കണം. നമുക്ക് എന്തായാലും നമ്മളെ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു അടിപൊളി സംഭവം വന്നുകൊണ്ട് നടന്നെ കാണാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെയിലുണ്ട്. രാവിലെ വരുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മീൻ മുതല, അതുപോലെ ചീങ്കണ്ണിയൊക്കെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ട് നമ്മൾ എന്റെ അപ്പുറത്തുണ്ട്. ആ വ്യൂ പോയിന്റിൽ നിന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓരോരുത്തരെ കാണാൻ പറ്റും. ഫുള്ള് രാത്രികാല സഞ്ചാര ജീവികളും പാമ്പുകളും അത് കണ്ടോ. ഫുള്ള് അത് ഇത് മാത്രമായിട്ട് ഒരു 1.5 മണിക്കൂർ ആണോ? അത് തുടങ്ങിയിട്ടില്ല. 7 മാസത്തോളം ഇത് ഇതേമാതിരി ആവാസ വ്യവസ്ഥകൾ ഒരുക്കാണ്. ഓ, അത് ആ സമയം ആവണല്ലേ? ഞാൻ കൊണ്ടാകള് രാജവെമ്പാല സാധനത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഓപ്പൺ ആക്കിട്ട് വിടും. ഓ, ഇതൊക്കെ ഫുള്ളും ഓരോ വെറൈറ്റി ബേർഡ്സ് അതിന്റെ അകത്തുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട്, ഉണ്ടോ ഇല്ലേ എന്ന്. ബേർഡ്സിന് ഇവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1-2 വെറൈറ്റീസ് ഒക്കെ ഉള്ളൂ. നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഒന്ന് കണ്ടാൽ കണ്ടു, അത്രേ ഉള്ളൂ. ഇവിടെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നു. കൊട്ടി തൊട്ട് കുറെ എണ്ണം ഇരിക്കുന്നുണ്ട്. പിന്നെ ആകെ കാണാൻ പറ്റിയത് കൊട്ടിയിൽ കുറേ വെറൈറ്റീസ് കണ്ടു. അങ്ങനെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതാണ് കന്യാസ്ത്രീ കുക്ക്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറയണം. അത്ര വെയിലില്ല, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നടക്കാൻ കഴിയുമ്പോൾ വലിയ ടയർഡൊന്നും ആയിരിക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് മാനിനെ കാണാൻ പറ്റും. എന്തോ പോയത്ത് മാനൊക്കെ നല്ല പോസൊക്കെ തരുന്നുണ്ടല്ലോ. പിന്നെ മാനിന് വലിയ പഞ്ചോണ്ടുണ്ടായിരുന്നില്ല, ഒത്തിരി മാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് ഗ്ലാസ്സിൽ കൂടെ വന്ന് നമുക്ക് പോസൊക്കെ തരുന്നുണ്ടായിരുന്നു കുറച്ചു നേരം. പിന്നെ കണ്ട കലമാനായിരുന്നു. അതിന് പക്ഷെ ഒന്നുപോലും കൊമ്പില്ലായിരുന്നു ഒന്നിനും. ഓരോ ജംഗ്ഷൻ പോലെ ഉള്ളവരെയൊക്കെ ക്യാൻറ്റീൻ ഉണ്ട്. ചായ, കോഫി, സ്നാക്സ്, അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കാം. നല്ല രസമുണ്ട് സ്ഥലം. എന്തായാലും കാണാം. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് 1 മാസം ആവുന്നുള്ളൂ. അപ്പൊ എല്ലാം കൂടെ കുറച്ചും കൂടെ വരുമെന്ന് തോന്നുന്നു. പക്ഷെ അറ്റ്മോസ്ഫിയർ ഒക്കെ അടിപൊളിയാണ്. അപ്പൊ നമ്മള് മെയിനായ സാധനത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. നമ്മുടെ ടൈഗർ നിർത്തിക്കാൻ കാണാൻ പറ്റുമോ നോക്കാം. ഇതാണ് നമ്മൾ മെയിനായി കാണുന്നത് തന്നെ സാധനം. അകത്ത് കയറുമ്പോൾ നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കയറിയപ്പോൾ നല്ല സ്പേസിലുണ്ട്. തിരക്കൊന്നും വലുതായി ബാധിച്ചില്ല. പിന്നെയെല്ലാം മനസ്സിലായത് തിരക്കെല്ലാം പുലിൻ്റെ അവിടെയായിരുന്നു. ആൾക്കാർ ഫുള്ളും അവിടെ തന്നെയായിരുന്നു. കാരണം നമുക്ക് ലൈവായിട്ടും കാണാൻ പറ്റും. ഈ ഗ്ലാസ്സിൽ കൂടി അല്ലാണ്ട് നമുക്ക് പുറത്ത് നിന്നാൽ കുറച്ച് ഡിസ്റ്റൻസിൽ നമുക്ക് പുലി ഫ്രീ ആയി നടന്നു പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഒരു ഓപ്പൺ പാർക്ക് പോലെ തന്നെയാണ്. കാരണം ഒന്നിനും കൂട്ടിലിട്ടിട്ടൊന്നുമല്ല, പോലെ തന്നെ എല്ലാം ഫ്രീ ആയി നടക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ബസ് അവിടെ നിൽക്കുന്ന കണ്ടത്. ബസ്സിൽ എന്തോരം തിരക്കാണ്, നല്ല തിരക്കുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ 50 രൂപ കൊടുത്ത ആൾക്കാർ എന്തോരം തിരക്കാണ്. അപ്പോൾ തോന്നി നന്നായി ടിക്കറ്റ് എടുക്കാറ് നന്നായി, നടക്കുന്ന കുറച്ചും കൂടെ ബെറ്റർ ഒന്നും. ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എമോന്റെ കൂടെ വെള്ള കളർ സാധനം നടക്കുന്നുണ്ട്. അതെന്താന്ന് അറിയുന്നില്ല. ഒരു വെള്ള കോഴി പോലെ ഉണ്ട്, ബോയിലർ കോഴി പോലെ ഉണ്ട്. ഞാൻ തന്നെ എമൂല വൈറ്റ് കളർ അങ്ങനെ കണ്ടിട്ടില്ല. കൊറേ എണ്ണുണ്ട് വൈറ്റിൽ തന്നെ. ഇവിടെ മാത്രല്ല, അതാ മുകളിലും കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിന്റെ ഏരിയ ആണ്. നമ്മൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് വ്യൂ കിട്ടുന്നത്. പക്ഷെ ഹിപ്പോപ്പൊട്ടാമസ് പോയിട്ട് ഒരു പൂച്ചക്കൊഞ്ഞു പോലും ഇല്ല. എല്ലാം വരുന്നേ ഉള്ളൂ തോന്നുന്നു. സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി വരുമായിരിക്കും കുറച്ചും കൂടെ കഴിയുമ്പോൾ. അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. എന്തായാലും പോയ വർത്തുള്ള തന്നെയാണ്. 100 രൂപ ടിക്കറ്റിനൊക്കെ ഉള്ളൂ.
അപ്പൊ എന്തായാലും ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഐറ്റംസ് വരാനുണ്ട്. അപ്പോഴേ കുറച്ചും ഒരു 1 year ഒക്കെ കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോഴേക്കും കുറച്ചും കൂടെ ഐറ്റംസ് ഒക്കെ വരുമായിരിക്കും. അപ്പോഴേ കുറച്ചും കൂടെ കാണാൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറച്ച് ലിമിറ്റഡ് ആണ് കാണാനും. സംഭവം സെറ്റ് ആക്കിയതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കാണാൻ.